ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? മാങ്ങ എല്ലാം കൂടിയിട്ട് വെച്ചേക്കുവാണേ. കണ്ടോ? ഒരു വശത്ത് കൂടിയിട്ട് വെച്ചേക്കും, വേറൊരു വശത്ത് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ 3 ട്രിപ്പ് തുടരെ ഉണ്ടായി. കണ്ടോ? കൂടിയിട്ട് വെച്ചേക്കുന്നു. വേറെ ഒരിടത്ത് നിറയെ പൂവുണ്ടായി. അങ്ങനെ ഒരു മാവ് തന്നെ പൂവ്, മാങ്ങ, പിന്നെയും മാങ്ങ, പൂവ്. നീ കൂടിയിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാവോ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ? ഈ മാങ്ങ ഇല്ലേ, ഇച്ചിരി വലിപ്പമുണ്ട്. വലിപ്പം വെച്ചിട്ട് നീളം വെച്ചിട്ട് നല്ല മുഴുപ്പ് വരും. കൂടിട്ടാൽ ഉടനെ ഇല്ലേ, പെട്ടെന്ന് മുഴുപ്പുണ്ടാവും, വലിപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടില്ലേ നല്ല മുഴുപ്പായിട്ട് പഴുക്കും. കണ്ടോ? കൂടഴിച്ച കണ്ടോ? നല്ല മുഴുത്തത്. ഈ പ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? കൂടഴിച്ച കണ്ടോ? നല്ല മുഴുപ്പല്ലേ. ഇടയ്ക്കൊന്ന് നോക്കണം, ഇല്ലെങ്കിലേ ചിലപ്പം ഈ വെള്ളം വീണിട്ടാന്ന് തോന്നുന്നു. ചിലത്ത് വെള്ള കളറുണ്ട്, അത് തൂത്ത് കളയണം. എന്നിട്ട് പിന്നെയും കവറിടുക. ഒരെണ്ണത്തെ അങ്ങനെ കണ്ടു. ഇതിന് കുഴപ്പമില്ലേ. നല്ല ചൂടല്ലേ ഇപ്പം, വെയിലും ചൂടും ഒക്കെ അല്ലേ. ഉണ്ടോ? ചവിട്ടി വരെ മാങ്ങ ഉണ്ട്. കൂടൂരി കഴിഞ്ഞപ്പം കണ്ടോ? നല്ല മുഴുപ്പുണ്ടല്ലേ കൂട്ടുകാരെ. ഇത് കണ്ടോ? ഇതെല്ലാം പിടിക്കുമെന്നറിയത്തില്ല. ഇനി ചിലപ്പം കുറേ പൊഴിയുമായിരിക്കും അല്ലേ. പൊഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടും. എല്ലാം ഇതുപോലെ നല്ല മുഴുത്ത് കിട്ടിയെങ്കിൽ നല്ല അല്ലേ. പൂവും കായും കൊണ്ട് മാവ് നിറഞ്ഞു. ഞങ്ങൾ നല്ലപോലെ പിഷാമിനുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്തേ. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം കൊണ്ടിട്ട് ചുവട്ടിൽ ചാണകവും ഉണ്ടായിരുന്നു. നല്ല മുഴുപ്പല്ലേ. ഇതെല്ലാം ഇങ്ങനെ ആയി വന്നെങ്കിൽ, നല്ല മുഴുത്ത് വന്നെങ്കിൽ, വളർന്നു വന്നാൽ നല്ല രസമായിരിക്കും കാണാൻ മാവല്ലേ. ഓ, എത്ര എണ്ണം അന്നേരം നിൽക്കുന്നതാണ്. ഉണ്ടോ? ഒരു മാങ്ങയ്ക്ക് തന്നെ ഇത്ര മുഴുപ്പുണ്ടേ. ഇവിടെ കുരുകുരാന്നുണ്ടായി വരുന്നുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജൈവ സ്ലറി എന്ന് ഒഴിക്കുമായിരുന്നു. ആഴ്ചതോറും ജൈവ സ്ലറി ഒഴിക്കുക, ഇടവിട്ട്. അതായത് കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയെ